സർ, ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ്. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മകന് ഇറാൻ്റെ ഭീഷണി ഉണ്ടെന്ന് കേൾക്കുന്നു. വാസ്തവമുണ്ടോ? അതായത് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മകൻ എയർ നെതന്യാഹു എന്നാണ് പേര്. ഈ മകൻ താമസിക്കുന്നത് ചെറുപ്പാണ്, 20s എന്നൊക്കെ പറയാം. ഈ മകൻ താമസിക്കുന്നത് അമേരിക്കയിൽ മയാമിയിലാണ്. ഈ മയാമിയിലെ അപ്പാർട്ട്മെൻറ്റിൽ കഴിഞ്ഞ ദിവസം ഒരു സംശയാസ്പദമായ വസ്തു, സസ്പീഷ്യസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്, ഡ്രോണാണോ എന്താണോ എന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല. ഒരു സംശയാസ്പദമായ വസ്തു ഈ അപ്പാർട്ട്മെൻറ്റിൽ കണ്ടിട്ട് ഈ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് കുറേ നേരം അടച്ചിട്ടു, പൂട്ടി. എന്നിട്ട് ആളുകളോട് പറഞ്ഞു, മെസ്സേജ് കൊടുത്തു, നിങ്ങളാരും പുറത്തിറങ്ങരുത്, നിങ്ങളാരും ജനാലയുടെ അടുത്തേക്കും പോകരുത് എന്ന് പറഞ്ഞിരുന്നു. ഈ എയർ നെതന്യാഹുവിൻ്റെ മകൻ അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നു. ഈ മകനും അത് അടച്ചുപൂട്ടി തന്നെ ഇരിക്കേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് അമേരിക്കയിൽ മയാമിയിൽ. അപ്പോൾ ഈ സംശയം ഉണ്ടാക്കുന്ന വസ്തുവാണെന്നത് പറഞ്ഞിരുന്നല്ലോ. ഈ ഇപ്പോൾ ഹമാസുമായിട്ടുള്ള യുദ്ധം ഇസ്രയേൽ തുടങ്ങിയിട്ട് ഏതാണ്ട് ഈ കഴിഞ്ഞ ഒക്ടോബർ 7 കഴിഞ്ഞ ശേഷം മിക്കവാറും ഈ എയർ നെതന്യാഹുവിൻ്റെ മകൻ അമേരിക്കയിൽ ഈ മയാമിയിൽ തന്നെയായിരുന്നു. ജനുവരിയിൽ വന്നതാണ്. ഇടയ്ക്കൊന്ന് ഇസ്രയേലിലേക്ക് തിരിച്ചു പോയിട്ട് അവിടുത്തെ സോഷ്യൽ മീഡിയയിൽ നെതന്യാഹു മഹാൻ എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റുകൾ ധാരാളം എഴുതിക്കൊണ്ടിരുന്നു. ഹമാസ് വിരുദ്ധ പോസ്റ്റുകളൊക്കെ ധാരാളം ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എവിടേക്ക് പോയിട്ട് ബുധനാഴ്ച ആണ് ഈ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയത്. അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പാർട്ട്മെൻറ്റ് സമുച്ചയം മൊത്തത്തിൽ പൂട്ടിക്കഴിഞ്ഞപ്പോൾ ഈ എയർ നെതന്യാഹുവും മുറിയിൽ തന്നെ ഇരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ ഫയർ അലാം, അതായത് തീ കത്തിയാലൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള സംശയം ഉണ്ടല്ലോ, ഒരു ഫയർ അലാമും അവിടെ മുഴങ്ങിയതായിട്ട് ആളുകൾ പറയുന്നുണ്ട്. ഈ ആദ്യത്തെ സന്ദേശത്തിന് ശേഷം, ഉള്ളിലിരിക്കാൻ പറഞ്ഞ സന്ദേശത്തിന് ശേഷം 3 മണിക്കൂർ കഴിഞ്ഞ് വേറൊരു സന്ദേശം വന്നു, തൽക്കാലം കുഴപ്പമില്ല, നിങ്ങൾക്ക് ജനാലയ്ക്ക് അടുത്തേക്കൊക്കെ പോകാം, ഈ അപ്പാർട്ട്മെൻറ്റ് പൂട്ടിയത് നമ്മൾ തുറന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ 3 മണിക്കൂറോളം ഒരു സംശയാസ്പദമായ വസ്തു, ഒബ്ജക്റ്റ് കണ്ടിട്ട് ഇത് പൂട്ടിയിട്ടു. അതാണ് ഈ ഫ്ലാറ്റിൽ അധികം താമസക്കാരും ഇസ്രയേലികളാണ് എന്ന് പറഞ്ഞാൽ ജൂതന്മാരാണ് എന്നർത്ഥം. അമേരിക്ക ശരിക്കും ജൂതന്മാരുടെ പിടിയിലാണല്ലോ, കച്ചവടം വ്യവസായമൊക്കെ. അപ്പോൾ ഫെബ്രുവരിയിൽ $5000 വാടകയ്ക്കാണ് ഇവിടെ താമസിച്ചു തുടങ്ങിയത് എന്നാണ് പത്ര റിപ്പോർട്ടുകളിൽ കാണുന്നത്. എയർ നെതന്യാഹു ഇത് ഹാളൻഡെയിൽ ബീച്ച്, അവിടെ ഒരു ബീച്ചുണ്ട്, ഹാളൻഡെയിൽ ബീച്ച് പ്രധാനപ്പെട്ട ബീച്ചാണ്. ആ ബീച്ചിനോട് ചേർന്ന് ഉള്ള വലിയ ദൂരമൊന്നും നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. ആ ബീച്ചിൽ നിന്ന്, മയാമിയിലെ ഹളാൻഡെയിൽ ബീച്ചിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിലാണ് ഈ അപ്പാർട്ട്മെൻറ്റ്. അവിടെ ഗോൾഫ് കോഴ്സ് ഉണ്ട്, 15 മിനിറ്റ് നടന്നാൽ മതി. $4200 മുതൽ $17,000 വരെ വാടകയ്ക്ക് അവിടെ അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അവിടെ $4200 മുതൽ $17,000 വരെ മാസവാടകയ്ക്ക് അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇയാളുടെ ഇതിന് $5000 എന്നാണ് പറയുന്നത്. ടെന്നീസ് കോർട്ട്, സ്പാ, തിയേറ്റർ, വൈൻ സെല്ലർ, വീഞ്ഞൊക്കെ കുടിക്കാനും വൈനൊക്കെ കിട്ടുന്നത്, പിന്നെ സിഗാർ റൂം വലിക്കാനുള്ളത്, ഇതൊക്കെ ഈ ഫെസിലിറ്റീസൊക്കെ അവിടെയുണ്ട്. നെതന്യാഹുവിൻ്റെ ഭാര്യ സാറയ്ക്ക് പല സ്ഥലത്തു നിന്നും ആഭരണങ്ങൾ, ഷാമ്പെയിൻ ഒക്കെ ഈ സമ്മാനമായിട്ട് കിട്ടാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും ഈ മകൻ ഇവിടെ താമസിക്കുന്നതിൻ്റെ
പൈസയില്ലേ, വാടക, മറ്റ് ചെലവുകൾ, സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, സെക്യൂരിറ്റി ഭടന്മാർ. ഈ ഷിൻബത്ത് എന്ന് പറഞ്ഞ ചാരസംഘടനയുണ്ടല്ലോ, ആ ഷിൻബത്തിൽ നിന്നുള്ള 2 സെക്യൂരിറ്റി ഗാർഡ്സ് ഈ മകൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ശമ്പളം ഇതൊക്കെ അവിടുന്ന് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് IDF അതിൻ്റെ ചീഫ് മേധാവി ഹെർസി ഹലേവിക്ക് ഈ ഭീഷണിയെപ്പറ്റി, ഇറാൻ്റെ ഒരു ഭീഷണി ഇങ്ങനെ വരുന്നു എന്നൊക്കെയുള്ള കാര്യം അറിയാമായിരുന്നു എന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ടൂറിസ്റ്റ് വിസയിലാണ് ഇയാൾ ചെന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ജോലി എടുക്കാനൊന്നും പറ്റില്ല, ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയി ജോലി എടുക്കാനൊന്നും പറ്റില്ല. അച്ഛൻ്റെ നയങ്ങളെ പ്രശംസിച്ച്, അച്ഛൻ്റെ ശത്രുക്കളെയൊക്കെ വിമർശിച്ച് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് കഴിയാം. അത് മാത്രമേ ഇപ്പോൾ ഇയാൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗ്രീൻ കാർഡ് കിട്ടും എന്നുള്ള ധാരണ ഉണ്ടെന്ന്, പക്ഷേ അതൊന്നും അടുത്ത കാലത്ത് മെറ്റീരിയലൈസ് ചെയ്യും എന്ന് തോന്നുന്നില്ല. 2023 മാർച്ചിൽ ആണ് ഇസ്രയേൽ വിട്ടത് ഈ മകൻ. ആദ്യം പോർട്ടോറിക്കോയിൽ ആണ് പോയത്. കാരണം ഇസ്രയേലിൽ തന്നെ കഴിയുന്നത് ജീവന് ഭീഷണിയാണെന്നുള്ള കൊണ്ടാണല്ലോ ഈ സ്ഥലം വിടുന്നത്. അതെ. അപ്പോൾ പോർട്ടോറിക്കോയിലേക്ക് പോയി, അത് കഴിഞ്ഞാണ് ഫ്ലോറിഡയിലേക്ക് ചെന്നത്. $2,75,000 മാസം ഇസ്രയേൽ ഈ മകന് മയാമിയിൽ കഴിയാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, അച്ഛൻ്റെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്നതായിട്ട് റിപ്പോർട്ട് അതിലൊക്കെ കാണുന്നത്. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉള്ളതായിട്ട് തോന്നുന്നില്ല ഇയാൾക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് സാധാരണഗതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു ഇസ്രയേൽ ഉദ്യോഗസ്ഥൻ്റെ മൈനറായ കുട്ടികൾക്ക്, അല്ലാതെ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ മകനായതുകൊണ്ട് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. നയതന്ത്ര പാസ്പോർട്ട് മൈനർ ആയിരിക്കണം എന്നുള്ളതാണ്. ഈ എലി കോഹൻ അവിടുത്തെ വിദേശമന്ത്രി പറഞ്ഞിരുന്നു ഇയാൾക്കൊരു ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് കൊടുക്കേണ്ടതാണ് എന്നൊക്കെ. പക്ഷെ അതിന് നിയമമില്ല. അതുകൊണ്ട് ടൂറിസ്റ്റ് വിസയിൽ ഇവിടെ വന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അപ്പോൾ ഇസ്രയേലിൻ്റെ ഒരു ടാർഗറ്റായിട്ട് നെതന്യാഹുവിൻ്റെ മകൻ മാറിയിരിക്കുന്നതായിട്ടാണ് ഈ സംശയാസ്പദമായ വസ്തു കണ്ടതിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഇറാൻ അങ്ങനെ ഒരു ശാന്തമായി ഇരിക്കുന്നില്ല. നമ്മൾ കാണുന്നത് ഇറാൻ മിണ്ടുന്നില്ല, അപ്പോൾ ഇറാൻ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല. പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് ഇറാൻ ചില ഓപ്പറേഷൻസ് അല്ലെ ചില പ്ലാനിങ് ഒക്കെ നടക്കുന്നു എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇസ്രയേൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ അവർ യാഥാസ്ഥിതികരാണ്, തീവ്രവാദികളാണ്, ഈ ഖമനേയെ പോലുള്ള ആളുകൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ഖമനേയി പറഞ്ഞിട്ട് തന്നെ ഈ സൈബർ വാർഫെയർ കാര്യമായിട്ട് നടക്കുന്നതായിട്ട് നമ്മൾ ടൈംസ് ഓഫ് ഇസ്രയേലൊക്കെ തന്നെ വായിച്ചാൽ മനസ്സിലാവും. ധാരാളം ഹാക്കിങ് ഇസ്രയേലിൻ്റെ അകത്ത് ഇറാൻ നടത്തുന്നുണ്ട്. അത് അപ്രതീക്ഷിതമായ തരത്തിലും നടക്കുന്നുണ്ട്. കാരണം അവരുടെ പ്രതിരോധ സൈറ്റുകളുമൊക്കെ ഹാക്ക് ചെയ്യുക, വിവരങ്ങൾ എടുക്കുക, ഇതൊക്കെ ഇസ്രയേൽ ചെയ്യുന്നതായിട്ടാണ്. പിന്നെ അവരുടെ വേറെ പ്രതിരോധ ആയുധ സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, അത് ആക്രമിക്കാനുള്ള ഓപ്പറേഷൻസ്, ഈ വാർഫെയർ, സൈബർ വാർഫെയർ ഗംഭീരമായിട്ട് ചെയ്യുന്നതായിട്ട് ഞാനും പല റിപ്പോർട്ടുകളും വായിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഇറാൻ്റെ അകത്ത് പോയിട്ട് ഇറാൻ്റെ പ്രതിരോധത്തിൽ തന്നെ വിള്ളൽ വീഴ്ത്തി ചാരന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്രയേൽ. അങ്ങനെയാണ് ഹാനിയയുടെ കൊലപാതകം, ആ പുതിയ പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണ സമയത്ത്, പൊസെഷ്ക്യാൻ്റെ ആ സ്ഥാനാരോഹണ സമയത്ത് അവിടെ ചെന്ന സ്ഥാനാരോഹണത്തിന് പോയ ഹമാസിൻ്റെ തലവനെയൊക്കെ കൊന്നതൊക്കെ അവിടുത്തെ തന്നെ ചാരന്മാരുടെ സഹായം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ അണ്ടർ കവർ ഓപ്പറേഷൻസും ധാരാളമായിട്ട് നടക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഹാനിയയെ വകവരുത്തിയെങ്കിൽ അവിടെ പോയി അമേരിക്കയിൽ പോയി ഞങ്ങൾക്ക് ഇങ്ങനെയും ചിലത് ചെയ്യാൻ പറ്റും എന്ന് ഇറാന് കാണിച്ചു കൊടുക്കണമായിരിക്കും. പക്ഷെ അവിടെ ഷിൻബത്തിൻ്റെ അംഗരക്ഷകരൊക്കെ അവിടെ ഉണ്ടല്ലോ, അവർക്ക് അവരുടേതായ സൗകര്യങ്ങളും ഒക്കെ ഇസ്രയേലിനും ഉണ്ട്.
സാർ നമ്മളെപ്പോഴും കാണുന്നത് ഈ മൊസാദ് എന്ന് പറയുന്നത് ഭയങ്കര ഇരുമ്പ് മറയുമായി ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ അതിനുള്ളിലേക്ക് ഇറാന് നുഴഞ്ഞു കയറാൻ കഴിയുന്നു എന്ന് വ്യക്തമാക്കുന്നതല്ലേ ഈ സംഭവം? അതെ സാർ, അങ്ങനെയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇറാനിൽ നിന്ന് ഇസ്രായേലിന് ഒരു തിരിച്ചടി ഉണ്ടാകും എന്നാണോ നമ്മൾ അനുമാനിക്കുക? അല്ല, ഇസ്രായേലിനുള്ള തിരിച്ചടി ഇസ്രായേലിനുള്ള തിരിച്ചടി ചെയ്തേ പറ്റുള്ളൂ. കാരണം ഈ ഹാനിയയുടെ വധം അതിന് തിരിച്ച് അടിച്ചു എന്ന് വരുത്തേണ്ട കാര്യമുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തിട്ടൊക്കെ വേണം. അതുകൊണ്ടായിരിക്കും വേറൊരു സ്ഥലത്ത് വെച്ച്, നമുക്ക് ഇവിടെ വെച്ചാണല്ലോ പണി തന്നത്, വേറൊരു സ്ഥലത്ത് വെച്ച് പണി കൊടുക്കാം എന്നൊക്കെ അവർ ആലോചിച്ചേക്കാം. കാരണം അത് ഇസ്രയേലിലേക്കുള്ള നേരിട്ടുള്ള ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, 4 ആണവ കേന്ദ്രങ്ങളുണ്ട്, ടെഹ്റാനിലും ഒരെണ്ണമുണ്ട്, പിന്നെ മരുഭൂമിക്ക് അടുത്തുമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമിച്ച് തകർക്കുന്നത് വലിയ ഭീഷണിയാണ് ഇറാനെ സംബന്ധിച്ച്. ഇറാൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവർ ആണവ കേന്ദ്രങ്ങൾ അണുബോംബിലേക്കൊക്കെ എത്തുന്നത്. ഒരു അണുബോംബ് കയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഭീഷണിപ്പെടുത്താമല്ലോ. അതെ. അപ്പോൾ ആൻ്റണി ബ്ലിങ്കനൊക്കെ അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു, 1-2 ആഴ്ച കൊണ്ടൊക്കെ ഒരു അണുബോംബ് ഉണ്ടാക്കാവുന്ന അവസ്ഥയിലാണ് ഇറാൻ എന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നേരത്തെ സിറിയയിൽ ഇറാൻ ഉണ്ടാക്കിയിരുന്ന അവരുടെ തന്നെ ഒരു ഉപകേന്ദ്രം ആണവ, അത് ഇസ്രയേൽ ബോംബിട്ട് തകർത്തിരുന്നു മുമ്പ്. അപ്പോൾ ഇനി ഈ ഭീഷണി ഉള്ളത് കൊണ്ടാണ് ഈ നേരിട്ടുള്ള ഒരു ആക്രമണത്തിന് പകരം ഈ അണ്ടർ കവർ ഓപ്പറേഷൻസ് ഇറാൻ ശ്രമിക്കുന്നത്. ഈ നെതന്യാഹുവിൻ്റെ മകനെതിരെ ശരിക്കും ആ ഒബ്ജക്റ്റ് എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും ആ അപ്പാർട്ട്മെൻറ്റിൽ ഒരു സംശയാസ്പദമായ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇറാനിൽ സംശയിക്കാൻ പറ്റും. അപ്പോൾ ഇറാൻ എന്തൊക്കെയോ ചെയ്യാൻ ഒരു സന്നാഹങ്ങൾ കോപ്പ് കൂട്ടുന്നു, അണിയറയിൽ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് സംശയിക്കുന്നുണ്ട് ഇപ്പോൾ ഇസ്രായേൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.